നമസ്കാരം. യുവർ ഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി 50 വർഷങ്ങൾക്ക് മുമ്പ് UK-യിലെത്തുകയും ഇന്നും നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തെ നിറ സാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ ഗോപി. നമസ്കാരം. താങ്കൾ 50 വർഷങ്ങൾക്ക് മുമ്പാണ് UK-യിലെത്തിയത് അല്ലേ? അതെ. ഇന്നത്തെ ഇൻ്റർവ്യൂവിന് ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു വില്ലനാണെന്ന് പറഞ്ഞു. എന്താണ് താങ്കളുടെ വില്ലൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വില്ലൻ എന്നറിയപ്പെടുന്നത്? ഞാൻ സിംഗപ്പൂർ വെച്ച് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. കൊച്ചു കൊച്ചു നാടകങ്ങളിലാണ് ആദ്യം, പിന്നെ വലിയ വലിയ നാടകങ്ങളെടുത്ത്. ഓക്കെ. അപ്പോൾ ഈ നാടകങ്ങളുടെ ഇടയിൽ ഞാൻ സ്വന്തമായിട്ടൊരു വിൽപ്പാട്ട് വില്ലടിച്ചാൻ പാട്ട് പണ്ടത്തെ വിൽപ്പാട്ട് ഉണ്ടാക്കി. അത് മിഷ്യൻ്റെ പേരിൽ നടത്തി. അങ്ങനെ ആ വിൽപ്പാട്ട് തീർന്നതിന് ശേഷം എന്നെ വില്ലൻ ഗോപി എന്നാണ്. അതാണ്, അല്ലാതെ റിയൽ വില്ലനല്ല. അല്ല, കണ്ടിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് എന്നെ വില്ലൻ ഗോപി എന്ന് പറഞ്ഞാലേ ഇപ്പോഴും അറിയൂ. പക്ഷേ ഏത് ഗോപി? ആ വില്ലൻ ഗോപി എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഒരു പേര്, സ്ഥാനപ്പേര്. കലാപരമായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അക്കാലത്ത്. കഥാപ്രസംഗം എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടല്ലോ. വിൽപ്പാട്ടിനോട് എന്തുകൊണ്ടാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്? വിൽപ്പാട്ടിനോട് തോന്നിയത് നാട്ടിൽ ആ കാലഘട്ടത്തിൽ വിൽപ്പാട്ട് ഒരു ഭയങ്കര പ്രചാരമായിരുന്നു. അപ്പോൾ നമ്മളും സിംഗപ്പൂരിൽ അന്ന് നമുക്കൊക്കെ ഞാൻ 16ാമത്തെ വയസ്സിലാണ് സിംഗപ്പൂർ പോയത്. അപ്പോൾ അതിനുശേഷമാണ് ഈ വിൽപ്പാട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ അവസരത്തിൽ ഈ വിൽപ്പാട്ട് ഇങ്ങനെ അവിടെ പലയിടത്തും ഇങ്ങനെ അവതരിപ്പിക്കുന്നു, ഇങ്ങനെ പേപ്പറിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പക്കാർ നമ്മൾ ഇങ്ങനെ കൂടുന്ന അവസരത്തിൽ നമുക്കും ഒരു വിൽപ്പാട്ട് തുടങ്ങണം. വിൽപ്പാട്ടെന്ന് കുറച്ച് ആൾക്കാർ വേണം അല്ലേ? പിന്നെ ഇപ്പോഴത്തെ പേര് വേണം. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇതൊന്നും അറിയത്തില്ല. 8 പേര് വേണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ശരി ഒരു വിൽപ്പാട്ട് അവതരിപ്പിക്കണം, അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വർഷത്തിനിടയിൽ നാട്ടിൽ പോകുന്നുണ്ട്, ഹോളിഡേക്ക് സിംഗപ്പൂരിൽ നിന്ന്. അപ്പോൾ 6 വർഷം കഴിഞ്ഞാണ് പോകുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഞാനൊരു കഥ കൊണ്ടുവരും, അത് വെച്ച് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി ഭർത്താവ്, അയാളും സാമ്പനും ഒക്കെ ഒരു ക്ലാസ്മേറ്റാണ്, കാതികൻ. അങ്ങനെ അദ്ദേഹം എനിക്കൊരു വിൽപ്പാട്ട് റാണി എന്ന കഥ തിരുനെല്ലൂർക്കാരനാറിൻ്റെ കഥ എഴുതി തന്നു. അങ്ങനെ ആ കഥയും അതിൻ്റെ ചില കൊടുവും അതുമൊക്കെ മേടിച്ചാണ് ഞാൻ സിംഗപ്പൂർ തിരിച്ചു പോയത്. ശരി. വിൽപ്പാട്ട് എന്ന് പറയുന്ന ഈ കലാരൂപവും കഥാപ്രസംഗവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? ഉണ്ട്, വ്യത്യാസമുണ്ട്. കഥാപ്രസംഗം എന്ന് പറയുന്ന ഒരാളാണ് പറയുന്നത്. വിൽപ്പാട്ട് എന്ന് പറയുന്ന 8 പേരുണ്ട്. അപ്പോൾ അതിൽ വില്ലടിക്കുന്ന ഒരു 3 അടിക്കുന്ന ഒരാളാണെങ്കിലും അതിൽ 3 പേരിരിക്കും. മെയിൻ ഗായകൻ, പിന്നീട് കഥ പറയുന്ന ആള് വില്ലൻ. അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഘടം, അതൊക്കെ സൈഡിലിരിക്കും. ഘടം, അതിൻ്റെ മ്യൂസിക് സാധനങ്ങൾ, ഹാർമോണിസ്റ്റ്, മൃദംഗം, അതൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെയാണ്, പക്ഷെ ഇത് വേറൊരു രീതി എന്നുള്ളത്. ഇതിൽ കുറച്ചുകൂടെ വിഷ്വലായിട്ടും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? ഇങ്ങനെ അടിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. ഇങ്ങനെ അടിക്കുന്ന സ്റ്റൈലുണ്ടെന്ന് വെച്ചാൽ 2 വയസ്സ് വില്ല് പിടിച്ചുകൊണ്ടിരിക്കാൻ ആൾക്കാർ പിടിക്കണ്ട. അങ്ങനെയുള്ള വില്ലുകളെല്ലാം ഉണ്ടാക്കും. അങ്ങനെ വില്ലുണ്ടാക്കും. അത് അതിനെ ഉണ്ടാക്കി അതിങ്ങനെ സെറ്റ് ചെയ്ത് അതിങ്ങനെ 3 പാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോകുന്ന സൗകര്യത്തിന് 8 ഫീറ്റ് നീട്ടം കാണും. അതിങ്ങനെ 3 പാർട്ട്. ഇപ്പൊ സിംഗപ്പൂരിൽ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സിംഗപ്പൂരിൽ നിന്ന് ലണ്ടനിലേക്ക് വന്നപ്പോൾ അത് കൊണ്ടുവന്നില്ല. അന്ന് പങ്കെടുത്ത മിസ്റ്റർ കൃഷ്ണൻകുട്ടിയും ദേവദാസ പണിക്കരും ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരനായിരുന്നു അന്ന് നമുക്ക് കഥ പറഞ്ഞയാണ്. അതെ. പിന്നീട് കൃഷ്ണൻകുട്ടിയായിരുന്നു മെയിൻ ഗായകൻ. അങ്ങനെ ഇവർ നാട്ടിലേക്ക് ഹോളിഡേക്ക് പോയപ്പോഴത്തേക്കും ഈ വില്ല് ഇവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വില്ല് എനിക്ക് സിംഗപ്പൂർ നാട്ടിൽ സിംഗപ്പൂർ കൊണ്ടുവന്നതാണ്. അല്ലല്ല, നാബിൽ വേസ്റ്റിൽ വെള്ളക്കാരനെ കൊണ്ട് പറയിപ്പിച്ച് കഥകളൊക്കെ ഇതിൻ്റെ പറഞ്ഞുണ്ടാക്കി വെള്ളക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചുണ്ടാക്കിയ ബില്ലാണത് അവിടുന്ന്. അങ്ങനെ അത് നല്ല ഐശ്വര്യമായ രീതിയിൽ ബില്ലുണ്ടാക്കി അത് 3 പാർട്ടായിട്ട് ആണ് ഇരിക്കുന്നത്. ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇവരിത് എല്ലാം കൂടെ ഒരു പെട്ടിയിൽ അടച്ച് ഇതുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോയി. നാട്ടിലെ ബില്ല് ഇങ്ങനെ എടുത്തു വെക്കുന്ന ബില്ലല്ലേ, ഇതിങ്ങനെ എടുത്തു വയ്ക്കുക. എവിടെ കൊണ്ടുപോകുന്ന 3 പാട്ട് നാസരന്മാരി ഇരിക്കുമ്പോൾ ഇതങ്ങ് എടുത്ത് കയറ്റുക, തുടങ്ങുക. അങ്ങനെയുള്ള ഒരിതാണ്. അത് പിന്നെ അതുകൊണ്ട് തന്നെ അവരവിടുത്തെ
ഏതോ ഒരു വിൽപ്പാട്ടുകാർക്ക് സംഭാവനയായിട്ട് കൊടുത്തിട്ട് ഇനി വന്നു. ഓ, അങ്ങനെ അങ്ങ് പോയി. ഓ, അതിനുശേഷം പിന്നെ ഇവിടെ ലണ്ടനിൽ വന്നിട്ട് വിൽപ്പാട്ട് നടത്തിയിട്ടുണ്ടോ? ഇല്ല, ആ, ലണ്ടനിൽ വന്നിട്ട് ഞാൻ തുടങ്ങിയത് ഓട്ടംതുള്ളൽ. ഓ, ഓട്ടം തുള്ളൽ ചെയ്തു. അത് വേറൊരു കഥ. നമ്മളെ പഴയ കലാരൂപങ്ങളാണ് ഇതെല്ലാം അല്ലേ? അത് ഓട്ടംതുള്ളലാണ്. അതിന് കഥ എഴുതി തന്നത് മിസ്റ്റർ ശിവാനന്ദൻ കണ്വാശ്രമത്തിൽ. ഓർമ്മയുണ്ട്. നല്ല മരിച്ചുപോയി. മരിച്ചു. അതെ, നല്ലൊരു കലാകാരനായിരുന്നു. നല്ലൊരു കലാകാരൻ, എഴുത്തുകാരൻ, നല്ലൊരു ആർട്ടിസ്റ്റ്. എല്ലാ രംഗത്തും അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരും തിരിച്ചറിഞ്ഞില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു നല്ല കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ് ശിവാനന്ദൻ. അങ്ങനെ പിന്നെ ഇവിടെയും വന്ന് കലാരൂപങ്ങൾ ഇവിടെ വന്നിട്ടും തുടങ്ങി. ആദ്യമായിട്ട് തുടങ്ങിയത് ഒരു നാടകമാണ്. ഓക്കെ. തമസ്യ എന്ന നാടകം ഇവിടുത്തെ ടൗണുകളിൽ വെച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഞാനാണ്. 50 വർഷം മുമ്പ് UK എത്തിയപ്പോൾ അന്ന് ഇവിടെ മലയാളികൾ വളരെ ചുരുക്കമല്ലേ കാണും? ചുരുക്കമാണ്. പക്ഷേ എങ്കിലും അപ്പോഴത്തേക്ക് ഒരു 70-80 ഘട്ടമായപ്പോൾ ഒരുപാട് പേര് ആൾക്കാർ വന്നുപോയി. അപ്പോൾ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നമ്മളൊരു 8-10 പേരേ ഉള്ളൂ. അത്രയും ഉണ്ടായിരുന്നു. എന്നാലും നമ്മളിത് മനസ്സിൽ കൊണ്ട് നടന്നു കലാരൂപങ്ങൾ കൊണ്ട് നടന്നു. അങ്ങനെയാണ് ഈ തമസ്യ എന്ന നാടകം ഈ ടൗണുകളിൽ അത് ടിക്കറ്റ് വെച്ച് തന്നെയായിരുന്നു നടത്തി. അതിൻ്റെ അതിൽ ഞാൻ, ദേവദാസ് പണിക്കർ, മണമ്പു സുരേഷ്, മണമ്പു എല്ലാവരും ഉണ്ടായിരുന്നു. 1980-ലാണ്. 80-ലല്ല 70-ൽ. ഓ, 1970-ൽ അത് നാടകം. ഓക്കെ. അതിനുശേഷം മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ നടത്തി. പിന്നെ ഇവിടെ വലിയ നാടകത്തിലൊക്കെ ഞാൻ പോയി. കുഞ്ഞാലി മരിക്കാർ, 12 മക്കളെ പെറ്റൊരമ്മ, രാജസഭ, പിന്നീട് കുഞ്ചൻ നമ്പ്യാർ, ഇങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട്ടം തുള്ളലും ഒരുപാട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഈ ഓട്ടം തുള്ളൽ എന്ന് പറയുന്ന ഒരു ഹാസ്യ പ്രകടനമാണ് അല്ലേ? ഓട്ടം തുള്ളൽ എന്തും പറയാം. അതെ, അത് അങ്ങനെയുള്ളതാണോ? അത് എഴുതി തന്നത് ശിവാനന്ദനാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഓട്ടം തുള്ളൽ ഇപ്പോൾ ചെയ്യാറുണ്ടോ? ഇല്ലെന്ന് വിചാരിക്കും. ഇപ്പോഴും ഇല്ല, ആളുകളുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ ഓട്ടം തുള്ളൽ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഓ, അങ്ങനെയാണ്. അത് ഞാൻ ഏത് ചെയ്തിട്ടുള്ളൂ മുഴുക്കയും ഞാൻ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുണ്ടാകുക. ഈ ഓട്ടം തുള്ളൽ വിൽപ്പാട്ടുണ്ടാക്കിയപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ സാഹിബിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സാഹിബിനെ കൊണ്ട് വില്ലുണ്ടാക്കി അതുണ്ടാക്കിച്ചിട്ട് പിന്നെ അതിൻ്റെ അന്ന് നമ്മൾ താമസിക്കുന്ന ഈ ലോഡ്ജിൽ വെച്ചൊക്കെയാണ് നമ്മൾ റിഹേഴ്സൽ നടത്തുന്നത്. അന്ന് വിൽപ്പാട്ട് ഒരു ഓപ്പൺ ഇതിൽ വെച്ചാണ് ഒരു ഓണം ആഘോഷിച്ച് പ്രമാണിച്ച് ഭയങ്കര ആളായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിൽപ്പാട്ട് അടിച്ച് തമിഴർ വരെ വിട്ടുപോയി. അന്ന് ഒരേ ദിവസം നമ്മൾ 2 സ്ഥലത്ത് അവതരിപ്പിച്ചു. അതെ. വിൽപ്പാട്ടിനെ കുറിച്ച് ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഈ വില്ലടിക്കുന്ന ആളിൻ്റെയൊക്കെ കോസ്റ്റ്യൂമുണ്ട്, തലയിൽ തലപ്പാവ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വില്ലടിക്കുന്നതിന് കമ്പുണ്ട്, അതിൻ്റെ തൊപ്പിയുണ്ട്. അപ്പോൾ ഇരിക്കുന്നവരെല്ലാം കോസ്റ്റ്യൂമിലാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള തലയെക്കെട്ടുകൾ. അതാണ്, അങ്ങനെയാണ്. നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ട്? അതൊരു ഈ ഒന്ന് നശിച്ചു പോയി അല്ലെങ്കിൽ ഇല്ലാതായ ഒരു കലാരൂപം അല്ല. അതിന് ഇങ്ങനെയുള്ള ഇപ്പോഴേ എൻ്റെ കയ്യിൽ കഥയൊന്നും ഇല്ല. ആ കഥകളൊക്കെ ഉണ്ടായിരുന്നു. 2 കഥകളുണ്ടായിരുന്നു. ഒന്ന് ആയിഷ എന്നുള്ള കഥ, അത് മിസ്റ്റർ കൃഷ്ണൻകുട്ടി തയ്യാറാക്കിയതായിരുന്നു. പുള്ളിക്കാരൻ സിംഗപ്പൂർ വെച്ച് തന്നെ അതൊക്കെ ആർക്കൊക്കെ കൊടുത്ത് ഈ റാണി എന്ന കഥയും ഇവർ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ട് അത് കഥ എവിടെ പോയെന്നറിയില്ല. ഇപ്പം കഥാപ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു കഥ പറയുന്നു, കഥ പറഞ്ഞു തുടങ്ങുന്നു, ഇടയ്ക്ക് ഒരു പാട്ടും അതിനകത്ത് കുറച്ച് താളങ്ങളും ഒക്കെയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ലേ വിൽപ്പാട്ടിനുള്ളത്? ഇപ്പം ഒരു കഥാപ്രസംഗം പറയുന്നത് പോലെ തന്നെ അതിന് വിൽപ്പാട്ടും. പക്ഷേ ഈ വിൽപ്പാട്ടിൽ പറയുന്നത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാ അങ്ങോട്ട് നോക്കുക. അപ്പം നമ്മൾ എല്ലാവരും അങ്ങോട്ട് നോക്കും. എല്ലാവരും അങ്ങോട്ട് നോക്കും.
അവിടെ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ അതിലൊരാൾ പറയും എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലെന്ത്, ശരി പോകാമെന്ന് ഒരു പാട്ട് ആ ഉടൻ തന്നെ അതിന് ഒരു വള്ളം തുഴച്ചലും അതിനോടുകൂടി. അപ്പൊ ഈ എത്ര പേരായിരിക്കും? 8 പേരാണ്. 8 പേരുണ്ട്. 8 പേരും കൂടെ 8 പേരും കൂടി ഇരുന്നെങ്കിലും 3 പേരാണ് മെയിൻ പാട്ടും മെയിൻ കഥ പറയുന്ന ആള് വില്ലൻ. മറ്റേ താളങ്ങളാണ്. അവരും പാടും, അവരും ചേർന്ന് പാടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഇത് വില്ലടിക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ്. മൃദംഗക്കാരൻ അടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ തലയാട്ടും അതിൻ്റെ അടിയും അടിച്ച് നിർത്തുന്നതും എല്ലാം ഒരു കണക്കായിരിക്കും. അപ്പൊ റിഹേഴ്സലൊക്കെ ധാരാളം വേണം കൃത്യമായിട്ട് അടിച്ചു നിർത്താനും. ഇപ്പോൾ പക്കമേളങ്ങളങ്ങ് ടപ്പെന്നങ്ങ് നിൽക്കുമ്പോൾ ഇത് നിൽക്കണം. അതാണ് അല്ല കഥാപ്രസംഗം അങ്ങനെയല്ല. കഥ പറയുന്ന ആൾ ഇതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും, പുള്ളിക്കാരന് എന്തും പറയാം, ഇത് അടിച്ചുകൊണ്ടിരിക്കും, അത് അവരങ്ങ് നടത്തിക്കൊള്ളാം. അതാണത്. ഇതങ്ങനെയല്ല. ഇത് അടുക്കും ചിട്ട. ഇത് അടുത്ത ഒരു പാട്ട് തീർന്നിട്ട് നമ്മൾ നിർത്തുമ്പോൾ എല്ലാവരും എന്നിട്ട് അപ്പൊ കഥ പറഞ്ഞു കൊടുക്കും പറയുന്ന ആള്. അങ്ങനെയാണ് അതിൻ്റെ. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിനൊരു കഥ, അതിന് പറ്റിയൊരു കഥ വേണം. ഒരു 10-20 മിനിറ്റും മതി. ഒരു നല്ലതായ ആളുകൾക്ക് രസിക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഈ പുതിയ ജനറേഷന് ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ടായിരുന്നു. ഇപ്പൊ കഥാപ്രസംഗം അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ കഥാപ്രസംഗം അങ്ങനെയില്ല. എന്നാലും ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ നടക്കുന്നുണ്ട് കഥാപ്രസംഗം. ഇപ്പം വേറെ തരത്തിലുള്ള കലകളാണ് പുതിയ തലമുറകൾ. ഈ നാടൻ കലയെന്ന് പറയുന്നത് പഴയതാണ്. അത് ഒന്ന് അവതരിപ്പിക്കാൻ കൊള്ളാൻ നല്ലത് തന്നെ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നടത്തിക്കണം. പക്ഷെ അതിന് ഒരു കഥ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് അടിച്ചു പൊള്ളിക്കുമായിരുന്നു. ഈ ഓട്ടംതുള്ളൽ തന്നെ അത് പഴയതാണെങ്കിലും അത് നടത്താൻ ഒരാളില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കഥ. അതും ആദ്യം ഞാൻ ടിക്കറ്റ് വെച്ചാണ് നടത്തിച്ചത്. ഈ സ്കൂളിൽ വെച്ച്, ക്യാമറ സ്കൂളിൽ വെച്ച്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പഴയ കലാരൂപങ്ങളെല്ലാം കൂടെ തട്ടിക്കൂട്ടി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം അല്ലേ? ഒരു അതിന് പറ്റിയ കഥകൾ വേണം. കഥകൾ ഉണ്ടെങ്കിൽ അത് രസമാണ്. കഥാപ്രസംഗം എന്നൊക്കെ പറയുന്നത് തന്നെ അന്ന് മണിക്കൂറുകളോളം നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാരെ കിട്ടാത്തത്. ഇപ്പോൾ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് തീർക്കണം അല്ലേ? 3 മണിക്കൂർ കഥാപ്രസംഗം ഒന്നും കേട്ടോണ്ടിരിക്കാൻ നമ്മൾ അങ്ങനെയുള്ള ആ കഥകൾ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ എല്ലാം 1.5 മണിക്കൂറിനകം തീർക്കണം എല്ലാം. കാരണം ഒരുപാട് പരിപാടികൾ കാണും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിനനുസരിച്ച് കഥ ചുരുക്കി. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് ഈ വില്ലും മൃദംഗവും മറ്റുമെല്ലാമായിട്ടും ഒരു ഇതൊന്നും കഥ പറയാതെ അടിയുണ്ട്. അതിലാണ് ഇൻട്രസ്റ്റ് ആളുകൾ. അതിനാൾക്ക് മൃദംഗം ഒരു അടി അടിക്കും, വില്ല് 2 അടി അടിക്കും. അല്ല അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആളുകൾക്ക് ഒരു ഹാപ്പിയാണ്. കലയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് പറയുന്നത് അന്ന് കഥാപ്രസംഗം, വില്ലടിച്ചാമ്പാട്ട്, ഓട്ടംതുള്ളൽ, അല്ലാതെ പിന്നെ ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന കലാരൂപങ്ങൾ? അന്ന് കലാരൂപങ്ങൾ പിന്നെ നമ്മൾ പ്രച്ഛന്ന വേഷങ്ങളെടുക്കും, പിന്നീട് മിമിക്രി, അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ്. പക്ഷെ അന്ന് നാദസ്വരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തകിൽ ഇവിടെ വെച്ചുണ്ടാക്കി, ഇവിടെ എടുത്തത്. ഇവിടെ തകിലുണ്ടാക്കി അത് ശിവാനന്ദനാണ് ഉണ്ടാക്കിയത്. എൻ്റെ വീട്ടിൽ വെച്ച് സൂക്ഷിച്ചിരുന്ന് അത് പിന്നെ ഞാൻ എവരാരും ഇടയ്ക്ക് വെച്ച് ഒന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ കുളമുട ശശിയും നമ്മൾ പിന്നെ പൊത്താരവിയൊക്കെ കൂടെ വന്ന് അതിന് കൊണ്ടുപോയതാണ്. അതിന് കൊണ്ടുപോയിട്ട് പിന്നെ തകിലൊന്നും കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. ചില കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വെക്കും, ആർക്കും കൊടുത്താൽ കിട്ടിയില്ലെങ്കിൽ. എത്രയോ വർഷം വരെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമാണ്. അത് പിന്നെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഈ വില്ലടിച്ചാമ്പാട്ട് അവസരവും നല്ലൊരു കലയാണ്. അത് അവൻ്റെ കറക്റ്റിന് അവതരിപ്പിച്ചാലുണ്ടല്ലേ ആളുകൾ ഇരിക്കും. അത് നമ്മൾ ആ തനിയാർത്തിനൊക്കെ അങ്ങനെ വായിക്കുന്ന കണ്ണക്കുരുട്ടുന്നത്, അതിൻ്റെ ആ ഇതിൽ സ്റ്റൈലുകളൊക്കെ വെച്ച് റെക്കോർഡിംഗ് ആണെങ്കിൽ നമ്മളല്ല വായിക്കുന്നത്, പക്ഷേ അതുപോലെ അഭിനയിക്കുക. പിന്നെ എങ്ങനെയാ റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, ആളുകൾ എന്താ പറ്റും, അത്ര സ്റ്റൈലാണത്. നമ്മളൊരു കാലത്ത് കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റോടു കൂടി ആയിരിക്കുമല്ലോ സിംഗപ്പൂരിൽ പോയിട്ട്.
അപ്പോൾ ഈ കലാകാരന്മാർ എന്ന് പറയുന്നവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളിത് വിടത്തില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഉണ്ട്. കാശ് നഷ്ടവും സമയനഷ്ടവും നമുക്ക് ഇത് തന്നെയാണ്. ഞാൻ സിംഗപ്പൂർ വെച്ച് ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് സമയനഷ്ടം ഇതെല്ലാം ഈ സമയത്ത് വേണമെങ്കിൽ പോയി ഓവർടൈം ചെയ്ത് കാശുണ്ടാക്കാം. നമ്മൾ ഈ നാടകത്തിൻ്റെ റിഹേഴ്സലും അത് ഇതുമൊക്കെ വരുന്നതുകൊണ്ട് അത് കളഞ്ഞിട്ട് ഇനി വരും. പക്ഷെ അന്ന് നമുക്കത് ഇത് പണമൊന്നുമില്ല, നമുക്ക് ഹാപ്പി ലൈഫായിരുന്നു. പക്ഷേ ഒരു കാര്യമാണ് കേട്ടോ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സാധാരണ ഫാമിലിയിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ വൈഫാണെങ്കിൽ തന്നെയും ചിലപ്പോൾ പറയും ഇതൊന്നും പോകാൻ പറ്റത്തില്ല മറ്റാണെന്ന് പറഞ്ഞൊരു ഡിസ്കറേജ് ചെയ്യുന്ന ഒരു പൊസിഷനിലാണ് ചിലപ്പോൾ പെട്ടുപോകും. അപ്പോൾ താങ്കളുടെ കാര്യത്തിലാണെങ്കിൽ താങ്കളുടെ വൈഫും ഈ അടുത്ത സമയത്ത് നാടകത്തിൽ അഭിനയിച്ച് കാണുന്നുണ്ട്. അതെ, അതൊരു കഥയുണ്ട്. കാരണം എന്നും റിഹേഴ്സലിന് പോയിട്ട് വരുമ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ ആവും. അപ്പോൾ വീട്ടിൽ പ്രശ്നം തന്നെയാണ്, ഏതൊരു കുടുംബത്തിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവരടുത്ത് പറഞ്ഞു, നീ ചുമ്മാ ഇരിക്കല്ലേ, വാ നീയും കൂടെ വാ, ഒരു റോള് തരാം, നമുക്ക് റോളെടുത്ത് വേസ്റ്റിംഗ് ടൈമല്ലേ, പൈസക്കല്ല. എത്ര നാടകങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും എന്തെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടേ ഉള്ളൂ. ഒരു പെനി പോലും ഇവിടെ ടിക്കറ്റ് വെച്ചാണ് നടത്തിയെങ്കിലും ശരി, 2 സ്ഥലത്തും ടിക്കറ്റ് വെച്ച് നടത്തിയെങ്കിലും ശരി, കുറേ പൈസ നമ്മളെ ഇടേണ്ടി വരും. അതെല്ലാം ആ സംഘടനകൾക്ക് വേണ്ടി ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ പിന്നെയും നമുക്ക് ആദായം ഉണ്ടായിട്ടില്ല. എനിക്ക് നാടക രംഗത്തിൽ ഒരു ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് സിംഗപ്പൂർ പോയതിനു ശേഷം ആദ്യത്തെ കുഞ്ഞുമായിട്ട് എൻ്റെ ഭാര്യ സിംഗപ്പൂർ വരുന്നതിൻ്റെ അന്ന് നാടകം, പുതിയ നാടകം 7 രാത്രികൾ ഒരു സ്ഥലത്ത് നാടകം സ്റ്റേജ് ചെയ്യണം. ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകാൻ നോക്കത്തില്ല. എയർപോർട്ടിൽ എന്ന് വെച്ചാൽ പിനാങ്കി പോകണം. അത് മലേഷ്യയിൽ നിന്ന് കോലാലംപൂരിൽ ചെന്ന് അവിടെ നിന്ന് ട്രെയിനിൽ പിന്നെ പിനാങ്കി പോകണം. പിനാങ്കി ചെന്ന് ഇവരെ കൊണ്ടുവരാൻ. അപ്പോൾ അതേ ദിവസമാണിത്. 8 ദിവസം കപ്പലിൽ ഇരുന്നാണ് അവർ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഒരു നാട്ടുകാരനും അവൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ടൊക്കെ വരുന്നുണ്ട്, അവരുടെ കൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരിയുടെ ഇങ്ങനെ ഒരു ഇതിൽ അബദ്ധപ്പെട്ടിട്ടേ. അപ്പോൾ അവൻ്റെ അച്ഛനും കൂടെയുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, അവരെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം ഭാര്യയും വെച്ചും ഇങ്ങനെ ഇട്ടു. അതാണ് ഇമ്പോർട്ടൻ്റ്, നാടകമാണ്. അതാണ് ഭാര്യ വെച്ച് 8 വർഷം കടലിൽ കിടന്ന് ആളിനെ കാണാൻ പോകാതെ അവന് നാടകമാണ് വലുതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ ഈ നാടക സ്ഥലത്ത് നിൽക്കുന്നെങ്കിലും ശരി, എൻ്റെ മനസ്സ് അവരിനി എങ്ങനെ എന്ത് ആയിരുന്നു ആ നാടകം. പക്ഷേ എന്നാലും നാടകത്തിന് കയറിയാൽ പിന്നെ വേറെ ചിന്തിക്കുന്നില്ല. അങ്ങനെ തിരിച്ച് നാടകമൊക്കെ തീർന്ന് വീട്ടിൽ വന്നപ്പോൾ പാവം എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ കിടന്ന് നേരം വെളുപ്പോൾ ഇങ്ങനെ എണീച്ചിരുന്നൊരു കരച്ചിൽ. ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ വരുമ്പോൾ എയർപോർട്ടിൽ ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ച്. ഞാൻ പറഞ്ഞു ഇന്നാണൊക്കെ ആയിപ്പോയി. അപ്പോൾ ഒരു കലാകാരൻ്റെ വിഷമമാണ് ഈ പറഞ്ഞതല്ലേ. നമുക്ക് കലയാണോ ഇമ്പോർട്ടൻ്റ്, മറ്റ് വീട്ടുകാര്യങ്ങളാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടി വരും അല്ലേ. അതെ, കലയോട് കൂറുള്ളതും വീട്ടുകാര്യവും അത്ര ശ്രദ്ധിക്കാറില്ല, കല കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യ അതിന് ശേഷം എനിക്ക് ഒരുപാട് ഇളവുകൾ ചെയ്തിട്ടുണ്ട്. കലയിൽ പല ഇതുകളും വരുമ്പോഴത്തേക്കും നമ്മൾ കാണിക്കുന്ന വേലയിൽ സന്തോഷം ഉണ്ടായിട്ടുണ്ട്, ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അവിടെയൊക്കെയാണെന്ന് വെച്ചിരുന്ന സിംഗപ്പൂരൊക്കെ എന്ന് വെച്ചിരുന്ന ഒരു നാടൻ നടന്ന പിന്നെ നേരം വെളുക്കുമ്പോൾ വരുന്ന പേപ്പറിൽ ആദ്യമായിട്ട് ഇതിനെപ്പറ്റിയായിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിലൊക്കെ പേര് വന്ന് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കും സന്തോഷം, പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും താങ്കൾ ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. ഇപ്പം വീട്ടിൽ നാടകത്തിൽ നിന്ന് വരുമ്പോൾ ലേറ്റായി വരുന്നു എന്നുള്ള വഴക്ക് തീർക്കാൻ വേണ്ടി ഭാര്യയും കൂടെ അഭിനയിപ്പിച്ചു തുടങ്ങിയ നമ്മൾ 3-4 നാടകത്തിൽ അഭിനയിച്ചു. അത് നല്ല നാടകം. കുഞ്ഞാലിമരക്കാർ, രാജസഭ, പിന്നീട് 12 മക്കളെ പെറ്റൊരമ്മ, പിന്നെ രാജാരവിവർമ്മ. ഓക്കെ, ഇപ്പം 4 വലിയ നാടകങ്ങളിൽ അഭിനയിച്ചു. അപ്പോൾ ഇപ്പം ഏതെങ്കിലും നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്? ഇപ്പോഴും ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച മിഷനിൽ ഒരു ചെറിയവർ ഇതിനു വേണ്ടി അവരെന്നെ വിളിച്ച് അങ്ങനെ അതിന് പോയി. ഞാൻ മിഷനിൽ തന്നെ
മെഷീനിൽ നിന്ന് തുടങ്ങി മെഷീനിൽ വെച്ച് അവസാനിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെ നമ്മളൊരു ചെറിയ പാട്ട് എടുക്കുകയാണ്, നിങ്ങൾ സംസാരിക്കൊന്നും വേണ്ട, നിങ്ങൾ അഭിനയിച്ചാൽ മാത്രം മതി, നമ്മളെല്ലാം റെക്കോർഡിംഗ് ആണ് എന്ന് പറഞ്ഞു. ഇത്രയും നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ നാടകങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സംസാരമെല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നാടകം നമ്മൾ പഠിച്ച് അതേ സമയത്ത് നടത്തിയെങ്കിലേ അത് നാടകമാവും. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ചില സമയത്ത് അത് സിനിമയ്ക്ക് കൊള്ളാം, നാടകത്തിന് പറ്റില്ല. നാടകം നമ്മൾ ലൈവായിട്ട് പഠിച്ച് അത് അപ്പോഴപ്പോഴ പറയേണ്ട കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് വിട്ടെങ്കിലേ അപ്പോഴതനുസരിച്ച് നമ്മുടെ കൈയും കാലും ഒക്കെ ചലിച്ചെങ്കിലേ ഇപ്പൊ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും കൈയും കാലും ഒക്കെ വരുന്നത് അല്ലേ? അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതും ഇപ്പോഴത്തെ അന്നത്തെ ഇതും അതിനോട് താങ്കൾക്ക് വലിയ യോജിപ്പില്ല? ഇല്ല, പഠിച്ച് ഉള്ള നാടകം ആണ് ശരിയായ നാടകം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് കാര്യം നടക്കണം, ഇത് കാണാൻ പഠിക്കുകയൊന്നും വേണ്ട. നേരത്തെ ഇത് വായിച്ച് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കി ചുണ്ടനക്കുക കൈ അനക്കുക. ഇപ്പൊ ചുണ്ടു പോകുമ്പോ കൈ പോകത്തില്ല, അങ്ങനെയല്ലേ നാടകം? അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തന്നെ. അതുകൊണ്ട് അപ്പൊ കൂടുതൽ ഉൾക്കൊണ്ട് നമുക്ക് അഭിനയിക്കാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ അത് മനസ്സ് അലിഞ്ഞുള്ള ഒരു നാടകമാണെങ്കിൽ നമ്മൾ സംസാരിച്ച് അതിനോട് നാടകത്തിനോട് ആ കഥയോട് നമ്മൾ നീതിപ്പെങ്കിലേ ആ നാടകമാവും. മറ്റേ നമ്മൾ കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നത് ആ ഡയലോഗ് ശരിയാവുന്നുണ്ടോ, ചുണ്ടാവുന്നുണ്ടോ, അല്ല അഭിനയിക്കാനുള്ള സാധ്യത കുറഞ്ഞു അല്ലേ? ഏത് വർഷമാണ് സിംഗപ്പൂർ പോയത്? 1952. 1952. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം നമ്മളിപ്പോൾ ഒന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ എങ്ങനെ തോന്നുന്നു? 1952 രാത്രിയും പകലുമായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ അന്ന് സിംഗപ്പൂർ ചെല്ലുമ്പോൾ സിംഗപ്പൂർ വെറും കാടായിരുന്നു. സിംഗപ്പൂർ എന്ന് പറഞ്ഞു ഭയങ്കരമായ ഒരു മനസ്സിൽ കൊണ്ടിട്ടാണ് സിംഗപ്പൂർ ചെന്നത്. പക്ഷേ ചെന്നിറങ്ങിയപ്പോൾ അവിടെ മുഴുക്കയും കുറ്റിക്കാടുകളും വന്നിയും. തമിഴ്നാട്ടിൽ ചെന്ന ലക്ഷണം. തമിഴ്നാട്ടിൽ ചെല്ലുന്നതിനേക്കാളും വേസ്റ്റ്. ശരിയായ ഒരു കക്കൂസ് പോലും ഇല്ല. അന്നെല്ലാം അവിടെയൊക്കെ എടുപ്പ് കക്കൂസൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവിടെ ചെന്നത്. ഇപ്പോഴവിടെയൊക്കെ ഇന്നവിടെ തല ചവിട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലത്ത്. 1952 അത്രയും കാടായി തോന്നിയ ഒരു സിംഗപ്പൂർ മനസ്സിലുണ്ട്. 1952 നാട്ടിലെവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞത്? എൻ്റെ സ്ഥലം വക്കം. അപ്പോൾ 1952 വക്കത്ത് നിന്ന് നമ്മൾ പോയല്ലോ. ഇപ്പം 52 കഴിഞ്ഞ് ഇപ്പം 2015 ഇപ്പൊ വക്കം എങ്ങനെയുണ്ട്? വക്കവും മാറിപ്പോയി. വക്കവും അതിന്റെ മേച്ചായൊക്കെ മാറിപ്പോയി. അവിടെയുള്ള ആളുകളെ തിരിച്ചറിയാൻ വയ്യ. അവിടെയുള്ള സ്ഥലങ്ങൾ പോലും നമുക്ക് മാറിപ്പോയി. വീടുകൾ എത്രയോ അന്ന് ഓലക്കുടിലായിരുന്നു പോകുമ്പോൾ, എല്ലാം വലിയ വലിയ വീടുകളെല്ലാം ഓലക്കുടിലില്ല. പുരോഗതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് സിംഗപ്പൂരിലുണ്ടായ പുരോഗതിയും നമ്മുടെ നാട്ടിലുണ്ടായ പുരോഗതിയും നോക്കുകയാണെങ്കിൽ, പുരോഗതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരോഗതി ഉണ്ട്. പക്ഷേ ജനങ്ങൾ മാറിയിട്ടില്ല. ജനങ്ങൾക്ക് ഈ നമ്മുടെ ഈ ലൈഫിൽ മാറുമെന്ന് തോന്നുന്നതുമില്ല. ജനങ്ങൾ തങ്ങളിൽ കുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരവപ്പും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ജനങ്ങൾ. പക്ഷേ നാടിൻ്റെ ഇതനുസരിച്ച് പണം ഈ പാവങ്ങൾ പോയി ഗൾഫിലും അങ്ങനെയൊക്കെ പോയി പണങ്ങൾ അയച്ച് അപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാക്കി ഒക്കെ എന്നല്ലാതെ ജനങ്ങൾ മാറിയിട്ടില്ല. അത് അങ്ങനെ ഒരു വ്യത്യാസമാണ്. അവർക്കും കൂടെ ഒരു പുരോഗമന ചിന്താഗതി ഉണ്ടാവും. അതായത് ജനങ്ങൾ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ, എങ്കിലേ പുരോഗതി വരും. അതാണൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ UK ഏത് വർഷമാണ് വന്നത്? ഞാൻ 66 അവസാനം നവംബറിൽ 1966 വന്നു. ഇതിപ്പോൾ ഇത്രയും വർഷത്തെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അന്നോട്ട് മിക്കവാറും ഈസ്റ്റാം ഏരിയയിലായിരിക്കും തന്നെ. എന്ത് വ്യത്യാസമാണ് ഫീൽ? ഇവിടെ അന്നും ഇവിടെ വരുന്ന അവസരത്തിൽ ഇവിടെയെങ്ങും ഒരു ഒറ്റ മലയാളികളെയും ഭാഷക്കാരൊന്നുമില്ല. ഇന്നിവിടെ നോക്കിയിരുന്നാൽ എന്തെല്ലാം ഇത്. അന്ന് നമുക്കൊരു പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ ഒരു സാരി മേടിക്കാൻ കിട്ടില്ല, സാരിയില്ല, ഒന്നുമില്ല. ഒരു ഡ്രസ്സുകൾ മേടിക്കാൻ കിട്ടില്ല, എല്ലാം വെള്ളക്കാരൻ്റെ ഡ്രസ്സുകൾ അങ്ങനെയുള്ളത്. ഇന്നൊക്കെ എന്ന് വെച്ചിരുന്ന സകല സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. എല്ലാം നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നല്ല നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടുന്നു. നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? സന്തുഷ്ടനാണ്? ഞാൻ സന്തുഷ്ടനാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെല്ലാം ഞാൻ സന്തോഷമായിട്ട് കല്യാണം കഴിപ്പിച്ചയച്ച് മരുമക്കളും
ചെറുമക്കളുമായിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഓ അത് ശരി. എന്നാ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ്. നല്ല നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഇവിടെ അന്ന് സിംഗപ്പൂർ പോയില്ല ഇരുന്നു എങ്കിൽ നമ്മൾ ആരായി തീരുമാനം? ഇന്ന് കാണില്ല, നമ്മളിന്ന് കാണില്ല. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാവില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഏതായാലും നമ്മൾ യുവർ ഷോ എന്ന് പറയുന്ന ഈ ഷോ നമ്മളുടെ നമുക്കിടയിലുള്ള ആൾക്കാരുടെ അച്ചീവ്മെൻറ്റ്സിന് പ്രകീർത്തിക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ താങ്കളുടെ ഈ ഷോയിൽ വിളിച്ചത് തന്നെ താങ്കൾ വിദേശത്ത് വന്നെങ്കിലും എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനും എല്ലാ കലാരൂപങ്ങളിലും പങ്കെടുക്കാനുമുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതിൻ്റെ ഒരു അച്ചീവ്മെൻ്റായിട്ടാണ് താങ്കളുടെ അച്ചീവ്മെൻ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇതിന് വന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളും. നമസ്കാരം, സന്തോഷം. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി കാണും വരെ നന്ദി, നമസ്കാരം.